നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജാവയുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷനെ പറ്റിയാണ്. ഇപ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിനകത്ത് നമ്മൾ ഒരു റീഡിങ് ഫ്രം കൺസോൾ വരും, റൈറ്റിംഗ് ടു കൺസോൾ വരും, അതേപോലെ ഒരു ഫയലിനകത്ത് റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വരും, ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വരും. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ജാവയ്ക്കകത്ത് ഡേറ്റ പാസ് ചെയ്യുന്നത് സ്ട്രീം ആയിട്ടാണ്. വാട്ട് ഈസ് സ്ട്രീം? സ്ട്രീം എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് ഡേറ്റയാണ്. ഏതൊക്കെ സ്ട്രീംസ് ആണ് നമുക്കുള്ളത്? രണ്ട് ടൈപ്പ് സ്ട്രീംസ് ആണ് മെയിൻലി ഉള്ളത്. ബൈറ്റ് സ്ട്രീമും ഉണ്ട്, ക്യാരക്ടർ സ്ട്രീമും ഉണ്ട്. ഇനി ബൈറ്റ് സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്? ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും 8 ബിറ്റ് ബൈറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? 8 ബിറ്റ് അല്ലെങ്കിൽ ബൈറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു റീഡ് ഓപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 8 ബിറ്റ് ആയിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 8 ബിറ്റ് ആയിരിക്കും നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും എങ്ങനെയായിരിക്കും? 8 ബിറ്റ് ആയിട്ട് പോകുന്ന ഒരു സ്ട്രീം ഓഫ് സീക്വൻസ് ഓഫ് ഡേറ്റയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ബൈറ്റ് സ്ട്രീം എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈനറി ഫയൽസ് ആയിട്ട് സേവ് ചെയ്യാൻ, ദാറ്റ് ഈസ് സീറോസ് ആൻഡ് വൺസ് ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ബൈറ്റ് സ്ട്രീം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്യാരക്ടർ സ്ട്രീം ആണ്. ക്യാരക്ടർ സ്ട്രീം എന്ന് പറയുന്ന എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ 16 ബിറ്റ്സ് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രീമിനെയാണ് നമ്മൾ സ്ട്രിംഗ് ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ക്യാരക്ടർ സ്ട്രീം എന്ന് വിളിക്കുന്നത്. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ 16 ബിറ്റ് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്. അതേപോലെ റൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് 16 ബിറ്റ് അല്ലെങ്കിൽ 2 ബൈറ്റ് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് ആയിട്ടായിരിക്കും നമുക്ക് പോകുന്നത്. ഇനി നമുക്ക് എവിടെയൊക്കെ ഒരു ഫയലിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യണം, ഒരു ഡേറ്റ റീഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ക്യാരക്ടർ സ്ട്രീം ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഒരു കീബോർഡിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും സൂട്ടബിൾ ആയിട്ടുള്ളത് എന്ത് തന്നെയായിരിക്കും? ക്യാരക്ടർ സ്ട്രീം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ബൈറ്റ് സ്ട്രീമിനകത്ത് നമുക്ക് കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്ലാസസ് ഉണ്ട്. ആ ക്ലാസസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. ആ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് എന്തൊക്കെയുണ്ട്? രണ്ട് ക്ലാസ് ആണുള്ളത്. ഇൻപുട്ട് സ്ട്രീമും ഉണ്ട്, ഔട്ട്പുട്ട് സ്ട്രീമും ഉണ്ട്. ഇൻപുട്ട് സ്ട്രീം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് എടുക്കാൻ, ദാറ്റ് ഈസ് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻപുട്ട് സ്ട്രീം എന്ന് വിളിക്കുന്നത്. ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്നത് എന്തായിരിക്കും? റൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഔട്ട്പുട്ട് സ്ട്രീം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. നമ്മൾ ഇതിന്റെ ഒബ്ജക്ട്സ് ഒന്നും ഉണ്ടാക്കാറില്ല. ഇതെന്ന് പറയുന്നത് എല്ലാത്തിന്റെയും, ഈ താഴെ പറയുന്ന എല്ലാ ക്ലാസിന്റെയും ബേസ് ക്ലാസ് ആണ് എന്ന് വിളിക്കുന്നത് ഈ ഒബ്ജക്ട് സ്ട്രീം എന്ന്, അല്ലെങ്കിൽ ഇൻപുട്ട് സ്ട്രീം എന്ന് വിളിക്കുന്നത് ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്നത്. ഇനി ബഫേർഡ് ഇൻപുട്ട് സ്ട്രീം എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ, അതായത് നമുക്ക് സ്ട്രിങ് ഒക്കെ ഒരുമിച്ച് റീഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബഫേർഡ് ഇൻപുട്ട് സ്ട്രീം യൂസ് ചെയ്യുന്നത്. ഫയൽ ഇൻപുട്ട് സ്ട്രീമും ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്ന ഫയൽ റിലേറ്റഡ് ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫയൽ ഇൻപുട്ട് സ്ട്രീമും ഔട്ട്പുട്ട് സ്ട്രീമും. ഇനി പ്രിന്റ് സ്ട്രീമിനകത്ത് നമുക്ക് പ്രിന്റ് എഫ് ആൻഡ് പ്രിന്റ് എൽ എൻ ഫംഗ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ടാവും. അതേപോലെ ഡേറ്റ ഇൻപുട്ട് സ്ട്രീമും ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീമും എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ജാവ ഡേറ്റ ടൈപ്സിനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് ഡേറ്റ ഇൻപുട്ട് സ്ട്രീമും ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീമും എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് രണ്ട് ക്ലാസ്സിനെ ആയിരിക്കും, ഫയൽ ഇൻപുട്ട് സ്ട്രീമും ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമും. ഓക്കെ, ഇനി അതേപോലെ ഈ ബൈറ്റ് സ്ട്രീം ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ നമുക്ക് എന്ത് ക്ലാസിഫിക്കേഷനും ഉണ്ട്? ക്യാരക്ടർ സ്ട്രീം ക്ലാസിഫിക്കേഷനും ഉണ്ട്. അതിന്റെ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് റീഡർ ആൻഡ് റൈറ്റർ എന്ന് പറയുന്ന ക്ലാസ് ആണ് ബേസ് ക്ലാസ് ആയിട്ട് വരുന്നത്. അതിനെ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നതാണ് ബാക്കി എല്ലാ ക്ലാസ്സസും. ഇതിനകത്ത് നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഇൻപുട്ട് സ്ട്രീം റീഡർ ഉണ്ട്, ഔട്ട്പുട്ട് സ്ട്രീം റീഡർ ഉണ്ട്. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസസ്, ദാറ്റ് ഇസ് കീബോർഡിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യണം. അതേപോലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീം ഡിവൈസ്, അതെന്ന് പറയുന്നത് മോണിറ്ററിലേക്ക് നമുക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യണം, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാസ് ആണ് ഔട്ട്പുട്ട് സ്ട്രീം റീഡർ എന്ന് പറയുന്നത്. ഇനി ബഫർ റീഡറും ബഫർ റൈറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു ബ്ലോക്ക് ഓഫ് ഡേറ്റ നമുക്ക് ഒരുമിച്ച് റീഡ് ചെയ്യാം, ദാറ്റ് ഈസ് ഹലോ വേൾഡ് എന്നൊക്കെ പറയുന്ന, ഹലോ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് എനിക്ക് റീഡ് ചെയ്യണം, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബഫേർഡ് റീഡർ, അല്ലെങ്കിൽ ഒരുമിച്ച് റൈറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബഫേർഡ് റൈറ്റർ. ഇനി ഫയൽ റീഡറും ഫയൽ റൈറ്ററും എന്ന് പറയുന്നത് ഒരു ഫയലിലേക്ക് നമുക്ക് ക്യാരക്ടർ ബ്ലോക്ക് ആയിട്ട് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫയൽ റീഡറും ഫയൽ റൈറ്ററും. ഇതേപോലെ ഒരു ക്ലാസ് ആണ് പ്രിന്റ് റൈറ്റർ എന്ന് പറയുന്ന ക്ലാസ്. അതിൻ്റെ അകത്ത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഫംഗ്ഷൻസ് ഉണ്ട്? പ്രിന്റ് എന്ന് പറയുന്നതും പ്രിന്റ് എൽ എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലാസ്സസ് ആണ് എന്തിനകത്തുള്ളത്?
ക്യാരക്ടർ സ്ട്രീമിനകത്തും ബൈറ്റ് സ്ട്രീമിനകത്തും ഉള്ളത്. ഓക്കെ, അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ക്ലാസ്സസിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് സ്ട്രീം. ഈ ക്ലാസ്സസ് അല്ലാതെ നമ്മുടെ ജാവയ്ക്കകത്ത്, അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ, അതായത് ഇൻപുട്ട് സ്ട്രീം ആയിരുന്നാലും ഫയൽ ഇൻപുട്ട് സ്ട്രീം ആയിരുന്നാലും ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം ആയിരുന്നാലും ബേസിക് ഇൻപുട്ട് സ്ട്രീം ആയിരുന്നാലും ഏത് ക്ലാസ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് java.io എന്ന് പറയുന്ന ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രീഡിഫൈൻഡ് സ്ട്രീം എന്ന് പറയുന്നത് അതല്ല. പ്രീഡിഫൈൻഡ് സ്ട്രീം എന്ന് പറയുന്നത് നമുക്ക് ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് java.lan. java.lan-നകത്തുള്ള കാര്യം ഇൻബിൽഡ് ആയിട്ട് അതിനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ജാവ ഫയൽ റൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ലിങ്ക് ആയിക്കോളും. ബാക്കി ഏത് പാക്കേജ് ആയിരുന്നാലും java.io ആണെങ്കിലും നിങ്ങൾ ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് നമ്മുടെ ജാവ ഫയലിലേക്ക് വരുള്ളൂ. അപ്പോൾ java.lan, നിങ്ങളിപ്പോൾ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തു, അത് നിങ്ങൾ ഒരു java.lan എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനകത്ത് ഒരു പാക്കേജിനകത്തുള്ളതാണ്. നിങ്ങൾ അത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ സ്ട്രിംഗ് യൂസ് ചെയ്യാൻ? ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾ എക്സെപ്ഷൻസ് എഴുതുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം വരുന്നത് എന്തിനകത്താണ്? java.lan-നകത്ത്. ത്രെഡ് java.lan-നകത്താണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ക്ലാസ്സസും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? java.lan ആണ്. അപ്പോൾ അവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ക്ലാസ്സിനെ ഒന്നും നമ്മൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലിങ്ക് ആയിക്കോളും. ബാക്കി ഏത് പാക്കേജസ് ആയിരുന്നാലും അത് നമ്മൾ എഴുതിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രീ ഡിഫൈൻഡ് സ്ട്രീം എന്ന് പറയുന്നത് java.lan-നകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള സ്ട്രീം ക്ലാസ്സസ് ഏതൊക്കെയാണ്? അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സിസ്റ്റം ആണ്. സിസ്റ്റം സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണ്. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്തത്? system.out.println. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്തത്? ഒരു ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് എന്തെങ്കിലും മാറ്റേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? system.out.println യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് system.in എന്ന് പറയുന്ന ഒരു സ്ട്രീം ഉണ്ട്. സ്ട്രീം ഓഫ് ഡേറ്റ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? system.in എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റീഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ERR എന്ന് പറയുന്ന ഒരു സ്ട്രീം വേരിയബിളും ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ഈ പറയുന്ന ഫീൽഡ് എല്ലാം എന്തായിരിക്കും? പബ്ലിക് ആയിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെയെല്ലാം കോൾ ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് ആയത് കാരണം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ കോൾ ചെയ്യാൻ പറ്റും. പബ്ലിക് ആയത് കാരണം എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കോൾ ചെയ്യാൻ പറ്റും. ഇനി system.in എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഒരു യൂസർ കീബോർഡിൽ നിന്നും എനിക്ക് എന്തെങ്കിലും വാല്യൂസ് റീഡ് ചെയ്യണമെങ്കിൽ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസിൽ നിന്നും എന്തെങ്കിലും വാല്യൂസ് റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഈ ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ഇൻപുട്ട് സ്ട്രീം യൂസ് ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് മോണിറ്ററിലേക്ക്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് മോണിറ്ററിലേക്ക് നമുക്ക് ഫെച്ച് എന്തെങ്കിലും റൈറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് system.out. system.err എന്ന് പറയുന്നതും സ്റ്റാൻഡേർഡ് എറർ സ്ട്രീം ആണ്. എറർ സ്ട്രീമും നമ്മൾ എങ്ങോട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും, അതായത് ഔട്ടും ERR-ഉം ഏതിന്റെ ടൈപ്പാണ്? പ്രിന്റ് സ്ട്രീമിന്റെ ടൈപ്പാണ്. പ്രിന്റ് സ്ട്രീം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാണും? പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കാണും, println എന്ന് പറയുന്ന ഫംഗ്ഷനും കാണും. സോ system.out.print എന്ന് പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം, system.out.println എന്ന് പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ system.err.print നമുക്ക് യൂസ് ചെയ്യാം, println നമുക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടും എങ്ങോട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലേക്കാണ് ചെയ്യുന്നത്. പക്ഷേ ആകെ system.in എന്ന് പറയുന്നത് മാത്രം ഏതിന്റെ ഒബ്ജക്റ്റ് ആണ്? ഇൻപുട്ട് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് ആണ്. നമ്മൾ നേരത്തെ ഇൻപുട്ട് സ്ട്രീം പഠിച്ചായിരുന്നു, ഔട്ട്പുട്ട് സ്ട്രീം പഠിച്ചായിരുന്നു, പ്രിന്റ് സ്ട്രീം പഠിച്ചായിരുന്നു. ഇതിന്റെ എല്ലാം ഒരു ഒബ്ജക്റ്റ് ആണ് എന്തെന്ന് വിളിക്കുന്നത്? ഇൻപുട്ട് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് ആണ് system.in എന്ന് പറയുന്നത്. അതേപോലെ പ്രിന്റ് സ്ട്രീമിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് system.out-ഉം അതേപോലെ system.err-ഉം എന്ന് പറയും. നമ്മൾ പഠിക്കാൻ പോകുന്നത് system.in-നെ പറ്റിയാണ്. അത് അപ്പോൾ system.in എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു കീബോർഡിൽ നിന്നും ഒരു വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ വേറൊരു ക്ലാസ് നമ്മൾ പഠിച്ചായിരുന്നു, സ്കാനർ എന്ന് പറഞ്ഞൊരു ക്ലാസ് പഠിച്ചായിരുന്നു. അപ്പോൾ സിമ്പിൾ ഏതാണെന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ സ്കാനർ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഒരു സ്ട്രീം ക്ലാസ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻപുട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്, ക്ലാസ് ടെസ്റ്റ്. ദെൻ
പബ്ലിക് സ്റ്റാറ്റിക് void main string or this. Then നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഫസ്റ്റ് സിസ്റ്റം ഡോട്ട് ഇന്നിനെ കൊണ്ടുവരണം. അത് ഞാൻ ആദ്യം കൊണ്ടുവരാൻ പോകുന്നത് ഒരു സ്ട്രീം ഇൻപുട്ട് സ്ട്രീമിലേക്കാണ്. ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ്സിലെ ഒരു ഒബ്ജക്റ്റ് എടുത്തു, IP എന്ന് ഞാൻ പറഞ്ഞു, which is equal to input stream reader IP is equal to new input stream reader. ഇതിനകത്ത് നമ്മൾ എന്ത് പറയണം? സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറയണം. അപ്പോൾ ഞാൻ ഇൻപുട്ട് റീഡ് ചെയ്യാൻ പോകുന്നത് എവിടെ നിന്നാണ്? സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസിൽ നിന്നാണ് ഞാൻ ഇൻപുട്ട് റീഡ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് എഴുതേണ്ട സ്റ്റെപ്പാണ് ഇത്. ഇനി നമുക്ക് റീഡ് ചെയ്യണം. റീഡ് ചെയ്യുന്നത് നമ്മൾ ബഫേർഡ് റീഡർ ആണ് യൂസ് ചെയ്യുന്നത്. ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ br is equal to new buffer reader ഓഫ് നമ്മൾ നേരത്തെ ഇൻപുട്ട് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്യും. അപ്പോൾ ബഫർ റീഡർ ഞാൻ എവിടെ നിന്നാണ് ചെയ്യുന്നത്? റീഡ് ചെയ്യുന്നത് IP എന്ന് പറയുന്നതിനകത്ത് നിന്നാണ് റീഡ് ചെയ്യുന്നത്. IP എന്താണ്? IP എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇൻപുട്ട് എവിടെ നിന്നാണ് റീഡ് ചെയ്യേണ്ടത് എന്ന് പറയണം. ദാറ്റ് ഈസ് സിസ്റ്റം ഡോട്ട് ഇൻ നിന്നാണ് റീഡ് ചെയ്യേണ്ടത്. ഞാൻ എങ്ങനെയാണ് റീഡ് ചെയ്യാൻ പോകുന്നത്? ബഫർ ആയിട്ടാണ് നമ്മൾ ബഫേർഡ് റീഡർ വഴിയാണ് ഞാൻ ഇൻപുട്ട് റീഡ് ചെയ്യാൻ പോകുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln എൻ്റർ എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. ഓക്കെ, ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് br ഡോട്ട് ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ വായിക്കുകയാണ്. ക്യാരക്ടർ c is equal to br ഡോട്ട് റീഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അപ്പോൾ br ഡോട്ട് റീഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? br ഡോട്ട് റീഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എനിക്ക് ഒരു വാല്യൂ റീഡ് ചെയ്യും, ഒരു ക്യാരക്ടർ റീഡ് ചെയ്യും. ആ റീഡ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ആസ്കി വാല്യൂസ് ആയിട്ടാണ് വരുന്നത്. ആ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ്. സോ ആ ഇന്റിജറിനെ ഞാൻ ക്യാരക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം ഞാൻ എന്തിലോട്ട് സേവ് ചെയ്യുന്നു? സിയിലേക്ക് സേവ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഈ ടൈപ്പ് കൺവേർഷൻ എടുത്തത്? br ഡോട്ട് റീഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഒരു ക്യാരക്ടർ റീഡ് ചെയ്യും. ആ ക്യാരക്ടർ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തായിട്ടാണ് കിട്ടുന്നത്? ഒരു ആസ്കി വാല്യൂ ആയിട്ടാണ് കിട്ടുന്നത്. ആ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആയിരിക്കും. സോ 64 അല്ലെങ്കിൽ 65 എന്നൊക്കെ പറഞ്ഞായിരിക്കും കിട്ടുന്നത്. ആ 65നെ ഞാൻ കൺവേർട്ട് ചെയ്ത് ക്യാരക്ടർ ആക്കി മാറ്റണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യം ചെയ്തത്. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln entered character is equal to entered character is equal to ഞാൻ എന്ത് ചെയ്യുന്നു? C എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടി, ഒരു ക്യാരക്ടർ ഇൻപുട്ട് ഡിവൈസിൽ നിന്നും എനിക്ക് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് കുറച്ച് എറർ ഒക്കെ വരും. ആ എറർ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് നോക്കാം. Java C test.java. അപ്പോൾ ഇതിനകത്ത് ഇൻപുട്ട് സ്ട്രീം എന്ന് പറഞ്ഞ ക്ലാസ് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അതിനെല്ലാം കാരണം എന്താണ്? അതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ബഫർ എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ബഫേർഡ് എന്ന് പറഞ്ഞാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇൻപുട്ട് സ്ട്രീം റീഡർ, ബഫേർഡ് റീഡർ എന്നൊക്കെ പറയുന്ന കാര്യം, ഓക്കെ, ഇൻപുട്ട് റീഡർ, ബഫേർഡ് റീഡർ എന്ന് പറഞ്ഞ കാര്യം java.io എന്ന് പറയുന്ന ഫയലിനകത്താണുള്ളത്. IO എന്ന് പറഞ്ഞ പാക്കേജിനകത്താണുള്ളത്. അത് കാരണം നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരത്തുള്ളൂ. java.lan-ലാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. java.io ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. സോ ഈ java.io എന്ന് പറയുന്ന ക്ലാസിനകത്താണ്, പാക്കേജിനകത്താണ് എന്ത് കിടക്കുന്ന ഇൻപുട്ട് സ്ട്രീം റീഡറും ബഫേർഡ് റീഡറും എന്നുള്ള പറഞ്ഞ ക്ലാസ് കിടക്കുന്നത്. സോ ഞാൻ അതും കൂടെ ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കുന്നു. അപ്പോ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ഇവിടെ റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്? ഒരു IO എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതെന്ന് പറയുന്നത് ഏതിനകത്ത് തന്നെ ഡിക്ലെയർ ചെയ്യണം? അത് നമ്മൾ ട്രൈ ക്യാച്ച് ബ്ലോക്കിനകത്ത് തന്നെ ഡിക്ലെയർ ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ട്രൈ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ദെൻ ക്യാച്ച് എന്ത് എക്സെപ്ഷൻ ആണ് അടിക്കാൻ പോകുന്നത്? IO എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്? IO എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? IO എക്സെപ്ഷൻ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println e ഡോട്ട് ഗെറ്റ് മെസ്സേജ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം എല്ലാം കറക്റ്റ് ആയോ എന്ന് പറഞ്ഞ്. യെസ്, കറക്റ്റ് ആയി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. ജാവ ടെസ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നു. ഞാൻ ക്യാരക്ടർ എൻ്റർ ചെയ്യുന്നത് ഇ ആണെന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ ഇ. അപ്പോൾ എൻ്റേർഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് എന്തായിട്ട് കിട്ടി? ഇ ആയിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്യാരക്ടർ എനിക്ക് എന്തിനകത്ത് നിന്ന് റീഡ് ചെയ്യേണ്ടത്? എനിക്ക് ഒരു ഇൻപുട്ട് ഒരു പ്രോഗ്രാമിൽ നിന്നും എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് ഏത് ക്ലാസ് ഉപയോഗിച്ച്? ഇൻപുട്ട് സ്ട്രീം ക്ലാസ് ഉപയോഗിച്ചും ബഫർ റീഡർ ഉപയോഗിച്ചും. ഇനി എനിക്ക് വേണ്ടത് ഒരു സ്ട്രിങ് ആണ് എനിക്ക് റീഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഒരു സ്ട്രിങ് ഓഫ് ഡേറ്റ എനിക്ക് റീഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീഡ് അല്ല. എനിക്ക് യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റീഡ് ലൈൻ ആണ്. എന്ത് യൂസ് ചെയ്യാം? റീഡിന് പകരം ഞാൻ റീഡ് ലൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ഒരു സ്ട്രിങ് ആയിരിക്കും വരുന്നത്. സ്ട്രിങ് str is equal to br dot read line. അപ്പോൾ entered string എന്ന് പറഞ്ഞ് ഞാൻ മാറ്റുന്നു. സിക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? str ചെയ്യുന്നു. അപ്പൊ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ASCII വാല്യൂ കിട്ടും. റീഡ് ലൈൻ ചെയ്യുമ്പോൾ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഒരു സ്ട്രിങ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കാം. ആദ്യം എറർ ഒന്നുമില്ല, കറക്റ്റ് ആണ്. ജാവ ടെസ്റ്റ് ഞാൻ ചെയ്തു. എൻ്റെ അടുത്ത് ക്യാരക്ടർ അല്ല, സ്ട്രിങ് ആണ്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റർ ചെയ്തു. സോ എൻ്റേർഡ് സ്ട്രിങ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ വെച്ച് ചെയ്യാം. നമ്മൾ ഓൾറെഡി കുറെ ക്വസ്റ്റ്യൻ ചെയ്തത് കാരണം ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് മാത്രം ഞാൻ ഇത് വെച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഇതിനകത്ത് ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തിരുന്നാൽ മതി. ഈ ട്രൈക്കകത്ത് എഴുതുന്ന കാര്യങ്ങൾ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ, ആദ്യം ഇൻപുട്ട് സ്ട്രീം വേണം, ദെൻ ബഫർ റീഡർ വേണം. അതിനുശേഷം ഈ ട്രൈക്കകത്ത് എഴുതുന്ന കാര്യങ്ങൾ മാത്രമേ ഡിഫറെന്റ് ആവുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്താണ് പറയേണ്ടത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println enter a number, enter 2 numbers എന്ന് പറഞ്ഞു പറയാം. enter 2 numbers. അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് എന്താണ്? റീഡ് ലൈൻ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ റീഡ് ലൈൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? ഒരു ഇൻറ്റിജർ ആയിരിക്കും, ഒരു സ്ട്രിങ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ആ സ്ട്രിങ്ങിനെ എനിക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇൻറ്റിജർ ഡോട്ട് പാർസ് ഇന്റ് എന്നിട്ട് എന്ത് ചെയ്യാം? br ഡോട്ട് റീഡ്. അപ്പോൾ br ഡോട്ട് റീഡ് എന്ന് പറയുമ്പോൾ എനിക്കൊരു സ്ട്രിങ് ഞാൻ റീഡ് ചെയ്യും. ആ സ്ട്രിങ്ങിനെ ഞാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഒരു ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ ഇൻറ്റിജർ ഈസ് ഈക്വൽ ടു ഇൻറ്റിജർ ഡോട്ട് പാർസ് ഇന്റ് എന്ന് ഞാൻ എഴുതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു ഇൻറ്റിജർ ഞാൻ റീഡ് ചെയ്തു. സെയിം ലൈൻ ഞാൻ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്ത ആളുടെ പേര് എഴുതുന്നു, ബി എന്ന് പറഞ്ഞ് എഴുതുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പൊ ബിയും വാങ്ങിച്ചു, എയും വാങ്ങിച്ചു, 2 നമ്പർ വാങ്ങിച്ചു. ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? ആരാ വലുതെന്ന് പറഞ്ഞ് നോക്കണം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ ആരാ വലുത്? എ ആണ് വലുത്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println a is larger. ഇനി അല്ലാന്നുണ്ടെങ്കിലോ? എൽസ് ആരാ വലുത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println b is larger.
നമുക്ക് ഈ ഒരു പ്രോഗ്രാം സക്സസ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാം. എറർ ഒന്നുമില്ല. ജാവ ടെസ്റ്റ് 2 നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. 10ഉം 20 ഞാൻ എൻ്റർ ചെയ്യുന്നു. 20 ഈസ് 11 കറക്റ്റ് ആണ്. സോ ഇങ്ങനെയാണ് ഒരു ഇൻപുട്ട് ആരിൽ നിന്ന് റീഡ് ചെയ്യുന്നത്, യൂസറിൽ നിന്നും റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്കാനർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഏത് രണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ആണ്. ഓക്കെ, സ്കാനർ യൂസ് ചെയ്യാം, ഇൻപുട്ട് സ്ട്രീം അല്ലെങ്കിൽ ബഫേർഡ് റീഡർ യൂസ് ചെയ്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു കൺസോളിൽ നിന്ന് എനിക്ക് വാല്യൂ റീഡ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും? റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നായിരിക്കും. റൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി system.out.println വഴി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. system.out.println അല്ലെങ്കിൽ പ്രിന്റ് നമുക്ക് യൂസ് ചെയ്ത് നമ്മൾ അത് ഓൾറെഡി ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. system.out.println വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് system.out.print എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഹലോ എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്നു. ദെൻ system.out.print വേൾഡ് എന്നും പറഞ്ഞ് എഴുതുന്നു. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഹലോ വേൾഡ്. അപ്പോൾ പ്രിന്റ് ln എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹലോ എഴുതും. ഇപ്പൊ ഞാൻ ഹലോ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഹലോ എഴുതും. അതിനുശേഷം ഒരു ln എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? സ്ലാഷ് n എന്ന് പറയുന്ന ന്യൂ ലൈൻ വരും. എന്നിട്ട് അടുത്ത പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് അടുത്ത ലൈനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രിന്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? സ്ലാഷ് അല്ലെങ്കിൽ ln കൊടുത്തിട്ടില്ല. ln കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും ചെയ്യുന്നത്? എന്റെ പോയിന്റർ എന്ന് പറയുന്നത് ഈ ഒരു സെയിം ലൈനിൽ തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ വേൾഡ് എവിടെ തന്നെ വരും? അതിന്റെ ബാക്കിയായിട്ടായിരിക്കും, ഹലോയുടെ ബാക്കിയായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഹലോയുടെ കൂടെ തന്നെയാണ് വരുന്നത്, ഹലോ വേൾഡ് എന്നുള്ള കാര്യം. ദെൻ ഇവിടെ ഞാൻ ഒരു ln എന്നും കൂടെ എഴുതുന്നു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞു നോക്കാം. ഹലോ കഴിഞ്ഞതിന് ശേഷം സ്ലാഷ് ഇട്ടു. അപ്പോൾ നെക്സ്റ്റ് ലൈനിൽ വന്നു. നെക്സ്റ്റ് ലൈനിന് ശേഷം വേൾഡ് അവിടെ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ഒരു സ്ലാഷ് എന്നും കൂടെ വന്നു. അതാണ് ഇവിടുത്തെ ഒരു സ്ലാഷിന്റെ ഒരു ഫ്രീ ആയിട്ട് ഒരു സ്പേസ് കിടക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രിന്റും പ്രിന്റ് ln തമ്മിലുള്ള വ്യത്യാസം. സെയിം രീതിയിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും? എനിക്ക് system.error എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. error.print ഉണ്ട്, പ്രിന്റ് ln ഉണ്ട്. നമുക്ക് പ്രിന്റ് ln നോക്കാം. നമുക്ക് എറർ മെസ്സേജ് വല്ലതും ഇൻവാലിഡ് പാസ്വേഡ്, ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്ന് വല്ലതും എനിക്ക് പ്രിന്റ് ചെയ്യാനുണ്ടെങ്കിൽ, അത് എറർ വല്ലതും വരുമ്പോൾ നമുക്ക് കാണിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് system.error.println എന്ന് പറയുന്നത്. നമുക്ക് ഔട്ട് ഉപയോഗിച്ചും ഇതേ കാര്യം തന്നെ ചെയ്യാൻ പറ്റും. രണ്ടും ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇൻവാലിഡ് യൂസർ നെയിം എന്ന് പറഞ്ഞ് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ system.errorഉം system.outഉം പ്രിന്റർ ക്ലാസ്സിൽ നിന്നാണ്, പ്രിന്റർ സ്ട്രീമിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിറൈവ് ചെയ്തിരിക്കുന്നത്. system.in എന്ന് പറയുന്നത് ഇൻപുട്ട് സ്ട്രീമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രീ ഡിഫൈൻഡ് സ്ട്രീംസിനകത്ത് നമുക്ക് പറയാനുള്ളത്. പ്രീ ഡിഫൈൻഡ് സ്ട്രീംസിനകത്ത് എന്തൊക്കെയുണ്ട്? system.in ഉണ്ടായിരുന്നു, system.out ഉണ്ടായിരുന്നു, system.out ഉണ്ടായിരുന്നു, ആൻഡ് system.err ഉണ്ടായിരുന്നു. ഈ മൂന്ന് എവിടെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? സിസ്റ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനകത്താണ് എഴുതിയിരിക്കുന്നത്. സിസ്റ്റം എവിടെയാണുള്ളത്? java.lan-നകത്താണ് ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യം പഠിക്കാൻ പോകുന്ന ഒരു റൈറ്റർ ക്ലാസ്സിനെ പറ്റിയും കൂടെയാണ്. ദാറ്റ് ഈസ് പ്രിന്റ് റൈറ്റർ എന്ന് പറയുന്ന ക്ലാസ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രിന്റ് റൈറ്റർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റ് ക്ലാസ് എഴുതാം. സേ ക്ലാസ് ടെസ്റ്റ് public static void main, public static void main string args. നമ്മൾ ഒരു മോണിറ്ററിലേക്ക് നമുക്ക് എങ്ങനെ ഒരു ഔട്ട്പുട്ട് ചെയ്യാം? system.out.println യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതേ കാര്യം നമുക്ക് പ്രിന്റ് റൈറ്റർ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും.
എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിന്റ് റൈറ്റർ ക്ലാസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോവാണ്. സോ ആദ്യം പ്രിന്റ് റൈറ്റർ pr is equal to new print writer. അതിനുശേഷം രണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്യണം. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഏതാണ്? ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. എവിടെയാണ് റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാം. ദാറ്റ് ഈസ് എവിടെയാണ് റൈറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് മോണിറ്ററിലേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. ദെൻ അടുത്തത് നമുക്ക് ട്രൂ എന്നാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മളൊരു റൈറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ട്രീം ഓഫ് ഡേറ്റ ആയിട്ടാണ് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹലോ വേൾഡ്, അതിനുശേഷം എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ലൈനിൽ ഐ ആം സംഗീത് എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഹലോ വേൾഡ് കഴിയുമ്പോൾ ഒരു സ്ലാഷൻ വരുന്നുണ്ട്, ഒരു ന്യൂ ലൈൻ വരുന്നുണ്ട്. ഇപ്പൊ ന്യൂ ലൈൻ വരുമ്പോൾ ഞാൻ ഇവിടെ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണോ ഒരു ന്യൂ ലൈൻ ഐഡന്റിഫൈ ചെയ്യുന്നത് അവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്യും? അവിടെ വെച്ച് നമ്മുടെ മെമ്മറിയെ ഫ്ലഷ് ചെയ്യും, അതായത് മെമ്മറിയെ ക്ലീൻ ചെയ്യും. സ്ട്രീം ഓഫ് ഡേറ്റയെ നമ്മൾ ഫ്ലഷ് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലഷ് ദ സ്ട്രീം ആഫ്റ്റർ ഈച്ച് ന്യൂ ലൈൻ. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ട്രൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് പ്രിന്റ് റൈറ്റർ എന്ന് പറയുന്ന ക്ലാസ് എടുക്കുക, അതിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, രണ്ട് പാരാമീറ്റർ പാസ് ചെയ്യുക, സിസ്റ്റം ഡോട്ട് ഔട്ടും ട്രൂവും എന്ന് പറഞ്ഞ് ഞാൻ പാസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണോ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെ, ദാറ്റ് ഈസ് pr ഡോട്ട് println എന്ത് ചെയ്യുക? ഹലോ വേൾഡ്. ഒരു സ്ട്രിങ് ഞാൻ പാസ് ചെയ്യുന്നു, ഹലോ വേൾഡ്. ദെൻ ഒരു ഇന്റിജർ വാല്യൂ നമുക്ക് പാസ് ചെയ്യാം, a is equal to 10. സേ pr ഡോട്ട് println ഓഫ് a, println ഓഫ് a. അപ്പോൾ അടുത്ത ലൈനിൽ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. സേ ഒരു ഡബിൾ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ c is equal to 22.5 അല്ലെങ്കിൽ 22.4. അപ്പോൾ pr ഡോട്ട് println b അല്ലെങ്കിൽ c. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രിന്റ് റൈറ്റർ ക്ലാസ് നമ്മൾ എഴുതുന്നത്. അപ്പൊ പ്രിന്റ് റൈറ്റർ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു പർട്ടിക്കുലർ ഐറ്റം റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫയലിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രിന്റ് റൈറ്റർ ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? സിസ്റ്റം ഡോട്ട് ഔട്ട്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഞാൻ പ്രിന്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഏത് റൈറ്റർ ക്ലാസ് ആയിരുന്നാലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എന്തിനെ ഇമ്പോർട്ട് ചെയ്യണം? java.io എന്ന് പറയുന്ന പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നല്ല എറേഴ്സും വരുന്നുണ്ടോ? എറർ ഒന്നുമില്ല. ആദ്യം ഹലോ വേൾഡ് വന്നു, 10 വന്നു, 22.4 വന്നു. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതാണ് പ്രിന്റർ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിന്റർ ക്ലാസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ഒരു ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഫയലിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രിന്റ് റൈറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം